അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൗണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യണമെന്ന് ആമുഖമായി പറയാണ്. ഇത് സാധാരണ ആളുകൾ റമദാൻ എത്തി, ഇനിയിപ്പോ റമദാനിൽ കുറച്ച് ക്ലാസ് ഒക്കെ വേണ്ടേ എന്ന ഒരു ചിന്തയാണ് പൊതുവെ ആളുകൾക്ക് ഉണ്ടാവുക. എന്നാൽ റമദാനിന് മുമ്പ് തന്നെ റമദാനിന് തയ്യാറെടുക്കുക എന്നത് വളരെ മാതൃകാപരമാണ്. അതിലാണ് നമുക്ക് മാതൃകയുള്ളത്. നമ്മളുടെ സലഫുകളുടെ, നമ്മുടെ മുൻഗാമികളുടെ മാതൃകയുള്ളത് ആ വിഷയത്തിലാണ്. അല്ലാതെ റമദാനിൽ മാത്രമായിട്ടുള്ള അമലുകളല്ല. റമദാനിന് മുമ്പ് തന്നെ റമദാനിന് വേണ്ടി ഒരുങ്ങി 6 മാസത്തോളം റമദാനിനെ കണ്ടുമുട്ടാൻ പ്രാർത്ഥിച്ച്, റമദാനിന് ശേഷം റമദാനിലെ അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച്, അങ്ങനെ ഒരു മാതൃകയാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു നൽകിയിട്ടുള്ളത്. ഖബറിൽ കഴിയുന്ന ആളുകളോട് നിങ്ങൾ വല്ലതും കൊതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ റമദാനിലെ ഒരു ദിവസം എന്നതായിരിക്കും അവരുടെ മറുപടി എന്ന് മുൻഗാമികളുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ റമദാനിലെ ഒരു ദിവസം, ആ ഒരു ദിവസം ഞങ്ങൾക്ക് അധികം കിട്ടിയിരുന്നെങ്കിൽ എന്നവരാഗ്രഹിക്കുമെന്നാണ്. ഈ നിഅമത്തുകൾ, ഈ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ വില തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുണ്ടാകണം. റമദാനിനെ കണ്ടുമുട്ടാൻ, ഈ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കാൻ, സുദീർഘമായി ഖുർആൻ പാരായണം ചെയ്യാൻ, രാത്രി സുദീർഘമായി അള്ളാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ, അങ്ങനെ ഒരു കൊതിയും ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. നമുക്കതിന് അവസരം ലഭിച്ചില്ല. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച നമ്മുടെ അവധി അതിനു മുമ്പ് വന്നെത്തിയാൽ പോലും ആ നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹൻ. ഒരാൾ രോഗിയായി, ആരോഗ്യമുള്ള സമയത്ത് അയാൾക്ക് റമദാനിൽ നോമ്പ് നോൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അയാൾ യാത്രയിലായി, അയാൾ പ്രതീക്ഷിക്കാതെയാണ് ആ യാത്ര വന്നത്. അങ്ങനെ യാത്ര കൊണ്ട്, രോഗം കൊണ്ട് അയാൾക്ക് റമദാനാകുന്ന അല്ലെങ്കിൽ നോമ്പാകുന്ന ഒരു നന്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അവൻ ആത്മാർത്ഥമായ നീയത്തുണ്ട് എങ്കിൽ ആരോഗ്യമുള്ള ഒരാൾ നോമ്പ് നോറ്റ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. മുഖീമായ ഒരാൾ, അയാൾ നോമ്പ് നോൽക്കുമ്പോൾ ലഭിക്കുന്ന അതേ പ്രതിഫലം മുസാഫിറായ, യാത്രക്കാരനായ, നോമ്പ് നോൽക്കാത്ത ആ വ്യക്തിക്ക് ആഗ്രഹം കൊണ്ട് അയാളുടെ നീയത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ നീയത്ത് നിഷ്കളങ്കമാണോ, ആത്മാർത്ഥമാണോ, നമുക്കതിന് അവസരം എത്തിയില്ല എങ്കിൽ കൂടെ ആ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആമുഖമായി പറയാനുള്ളത്, ആത്മാർത്ഥമായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ റമദാനിനെ കണ്ടുമുട്ടാൻ, ആ റമദാനിൽ ധാരാളം അമലുകൾ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ ഹമ്മ ബിഹസന ഫലം യഅമൽഹാ കുതിബത് ലഹു ഹസന. ഒരാൾ ഒരു ഹസനത്ത്, ഒരു നന്മ ആഗ്രഹിച്ചു, റമദാനിൽ നോമ്പ് നോൽക്കാൻ, റമദാനിൽ ഖത്മ് തീർക്കാൻ, റമദാനിൽ പാവങ്ങളെ സഹായിക്കാൻ, അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കാൻ അവരാഗ്രഹിച്ചു. പക്ഷെ അവനത്, ആ നന്മ പ്രവർത്തിക്കാൻ സാധിച്ചില്ല. കുതിബത് ലഹു ഹസന, ആ നന്മ അവന് രേഖപ്പെടുത്തപ്പെടും. വമൻ ഹമ്മ ബിഹസന ഫഅമിലഹ കുതിബത് ലഹു അശ്റൻ ഇലാ 700 ളിഅഫ്. ഇനി നന്മ പ്രവർത്തിച്ചാലോ അവന് 10 മുതൽ 700 വരെ മടങ്ങ് പ്രതിഫലം അല്ലാഹു തആല രേഖപ്പെടുത്തും. അപ്പൊ ഇസ്ലാം ദീനിന്റെ ഒരു പ്രത്യേകത, നിഷ്കളങ്കമാണോ നമ്മുടെ നീയത്ത് എങ്കിൽ അമല് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും നമുക്ക് പ്രതിഫലം. ഇനി നന്മ ചെയ്താലോ അള്ളാഹു കണക്കില്ലാതെ അവന്റെ അബ്ദിന് പ്രതിഫലം നൽകുകയാണ്. അപ്പൊ നമ്മൾ ഉണർന്നിരിക്കണം. ഉണർന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ അശ്രദ്ധനായ ആളുകളെക്കാൾ നന്മ നേടാൻ കഴിയും. ഇന്നും ഒരുപാട് ആളുകൾ അശ്രദ്ധരാണ്. അവർ ശഅബാൻ എത്തിയത് പോലും അറിഞ്ഞിട്ടില്ല. റമദാൻ എന്നുപോലും അവർ ചിന്തിച്ചിട്ടില്ല. റമദാനിനെ സ്വീകരിക്കാൻ ഒരു ഒരുക്കവും അവർ മാനസികമായി തയ്യാറായിട്ടില്ല.
ഇനി നാളെ നോമ്പാണ്, ഇന്ന് കോഴി വാങ്ങിക്കൊണ്ടുവാ, ഇറച്ചി വാങ്ങി വാ എന്ന് പറയുമ്പോഴാണ് ചിലപ്പോ ചില മക്കൾ നാളെ റമളാനായില്ലേ എന്ന് ചിന്തിക്കുന്നത്. ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. അല്ലെങ്കിൽ ഇതാ മാസം കണ്ടു എന്ന മെസ്സേജ് വരുമ്പോ, അല്ലെങ്കിൽ നാളെ മാസം നോക്കണം എന്ന് പറയുമ്പോഴാണ് ചില സഹോദരിമാർ റമദാനായോ എന്ന് ചിന്തിക്കുന്നത്. ഗഫലത്തിലാണ്. ഇബാദാത്തു അഹ്ലിൽ യഖ്ലത്തി ആദാത്തു, ഇബാദാത്തു അഹ്ലിൽ ഗഫലത്തി ആദാത്തു. ഗഫലത്തുള്ള അശ്രദ്ധനായ മനുഷ്യന്റെ ഇബാദത്തുകൾ പോലും അത് സാധാരണ പ്രവർത്തനങ്ങളായി തീരും ഗഫലത്തിലാണെങ്കിൽ. ആദാത്തു അഹ്ലിൽ യഖ്ലത്തി ഇബാദാത്തു. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ സ്വാലിഹ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കാണത്. അഥവാ യഖ്ലത്തുണ്ട്, ഉണർന്നിരിക്കുന്ന, ഉണർച്ചയോടുകൂടെ ഇരിക്കുന്ന, ഉണർന്ന ഹൃദയവുമായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ സാധാരണ പ്രവർത്തനങ്ങൾ പോലും ഇബാദത്താകും. റമദാനിനെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ തള്ളി നീക്കുന്ന അവന്റെ സമയങ്ങൾ, അവൻ അതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയങ്ങൾ, റമദാനിന്റെ അവന്റെ ഒരുക്കം, ഇതെല്ലാം ഇബാദത്തായി തീരും. അവന്റെ ഉറക്കം ഇബാദത്തായി തീരും, അവന്റെ നടത്തം ഇബാദത്തായി തീരും, അവന്റെ സംസാരം ഇബാദത്തായി തീരും. അങ്ങനെ ഒരുപാട് നന്മകൾ അവന് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഉണർച്ച, ഒരു താല്പര്യം, ഒരു യഖ്ലത്ത് നമുക്കുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ ഒന്നിനല്ല നമ്മൾ റമദാൻ തുടങ്ങേണ്ടത്. റമദാനിന്റെ 1 മുതൽ ഇനി മുതൽ നമുക്ക് ഖുർആൻ ഓതി തുടങ്ങാം, ഇനി മുതൽ നമുക്ക് പിന്നെ നന്നായി തുടങ്ങണം. അത് റമദാനിന്റെ 1-ലല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. മഹാനായ അബൂബക്കർ അൽ ബൽഖി അദ്ദേഹം പറഞ്ഞു, റജബ് എന്നുള്ളത് ഷഹ്റു റജബ്, ഷഹ്റു സർഅ്, ഒരു മുസ്ലിം കൃഷി തുടങ്ങേണ്ട സമയം റജബാണ്. റജബിൽ വിത്തിടണം, റജബിൽ കളമൊരുക്കണം, നല്ല വിത്ത് നോക്കി ആവശ്യമായ വിത്ത് തെരഞ്ഞെടുത്ത് റജബിൽ അവൻ വിത്ത് പാകണം. ഷഹ്റു ഷഅബാൻ, ഷഅബാൻ എത്തിക്കഴിഞ്ഞാലോ സഖിയു സർഅ്, കൃഷി നനക്കണം. നനക്കേണ്ട സമയം ഷഅബാനാണ്. അതുകൊണ്ട് ഷഅബാനിൽ അമലുകൾ ഉണ്ടാകണം. നനക്കേണ്ട സമയമാണ്. വെറുതെ ഇരുന്നാ പറ്റൂല, അടങ്ങിയിരുന്നാ പറ്റൂല. ഷഅബാനിൽ ഇറങ്ങണം, അവൻ വെള്ളം ഒഴിക്കണം, ചെടികളിലെ കളകൾ പറിക്കണം, അതിലെ ചെടികളെ നശിപ്പിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ട് എങ്കിൽ അതെടുത്ത് ഒഴിവാക്കണം. അത് ഷഅബാനിലാണ് ചെയ്യേണ്ടത്. ഷഹ്റു റമദാൻ ഹസാദു സർഅ്, കൃഷി വിളവെടുപ്പ് റമദാനിലാണ്. അപ്പൊ റമദാനിൽ വിളവെടുപ്പാണ്. റമദാനിൽ റജബിൽ വിത്ത് പാകാതെ ഷഅബാനിൽ നനക്കാതെ ഒരു മനുഷ്യൻ റമദാനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വിളകൾ ഉണ്ടാവില്ല. അവിടെ ഉണങ്ങിയ നുരുമ്പുകളാണ്, ഉണങ്ങിയ പാടാണ്. ഒന്നും അവൻക്ക് ആ പാടത്തുനിന്ന് കിട്ടൂല. ആ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ അവനൊന്നും കിട്ടാനില്ല. ഒരുപാട് സമയം നഷ്ടപ്പെടുന്നു എന്നതല്ലാതെ ആ വിളവ് കൊണ്ട് റിസൾട്ട് കുറവായിരിക്കും. അപ്പൊ നമ്മൾ റമദാനിൽ 1 മുതൽ ഇനി ഖുർആൻ ഓതാം എന്ന് തീരുമാനിച്ചിറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ആ റമദാൻ നമുക്ക് നഷ്ടമായിരിക്കും. സലഫുകൾ റജബിൽ തുടങ്ങും, റജബിൽ അവർ ഒരുങ്ങും, ഷഅബാനിൽ ധാരാളം അവർ അമലുകൾ അനുഷ്ഠിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എന്താ സ്വഹാബികൾ പറഞ്ഞത്? ലം യകുനി നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ. റമദാൻ അല്ലാത്തൊരു മാസത്തിലും റസൂലുള്ളാഹി മുഴുവൻ നോമ്പ് നോൽക്കാറില്ല. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം സുന്നത്ത് നോമ്പ് എപ്പോഴാണ്? ഷഅബാനിലാണ്. എന്തുകൊണ്ട്? ഷഅബാൻ നനവ് പടർത്തേണ്ട, കളകളെ പറിച്ചെറിയേണ്ട, ധാരാളമായി കൃഷികൾക്ക് വെള്ളം ഒഴുക്കേണ്ട സമയമാണ്. അപ്പോഴാണ് റമദാനിൽ വിളവുണ്ടാവുക, അപ്പോഴാണ് റമദാനിൽ ലാഭം കൊയ്യാൻ കഴിയുക, അപ്പോഴാണ് റമദാനിലെ വിളവെടുപ്പ് കണ്ട് അത്ഭുതം കൂറുക. അതുകൊണ്ട് റസൂലുള്ളാഹി ധാരാളം നോമ്പ് അനുഷ്ഠിച്ചു. ഷഅബാനിൽ ഒരു തിങ്കൾ നോമ്പ് നോൽക്കാത്ത മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. ഷഅബാനിൽ വ്യാഴം ഒരു സുന്നത്ത് നോൽക്കണം എന്ന് ചിന്തിക്കാത്തവരിപ്പോഴും ഉണ്ട്. ഷഅബാനിനെ അശ്രദ്ധമായി കാണുന്നവരുണ്ട്. ശൈത്താൻ നമ്മളെ വഞ്ചിക്കുന്ന രൂപം എന്താണെന്നറിയോ? ശൈത്താൻ ചില ആളുകളോട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, റമദാൻ 1 മുതൽ നീ ഖുർആൻ പാരായണം തുടങ്ങണം. ആരാണ് ഇവർക്ക് റമദാൻ വരെ ആയുസ് നൽകി എന്ന് ഉറപ്പുള്ളത്? അങ്ങനെ വല്ല ഉറപ്പും ആരെങ്കിലും നൽകിയിട്ടുണ്ടോ? റമദാൻ വരെ നിങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് റമദാനിൽ തുടങ്ങിയാൽ മതി, റമദാൻ 1 മുതൽ സുന്നത്ത് തുടങ്ങിയാൽ മതി, റമദാൻ 1 മുതൽ രാത്രി നമസ്കാരം തുടങ്ങിയാൽ മതി. ഇതാരാണ് നമുക്ക് റമദാൻ 1 വരെ ഉറപ്പ് നൽകിയിട്ടുള്ളത്? അമലുകളെ നീട്ടിവെപ്പിക്കുക എന്നത് ഷെയ്ത്താന്റെ അമലാണ്. രാവിലെ ഖുർആൻ ഓതാൻ ഇരുന്നാൽ ഷെയ്ത്താൻ പറയും രാത്രി ഓതിക്കോ, രാവിലെ ഏതായാലും കുറച്ചു നേരം ഒന്ന് ഉറങ്ങിക്കോ. രാത്രി ഓതാൻ ഇരുന്നാൽ ഷെയ്ത്താൻ പറയും രാവിലെ അല്ലേ ബറക്കത്ത്, രാവിലെ ഓതിക്കോ. ചുരുക്കത്തിൽ രാവിലെയും ഇല്ല, രാത്രിയും ഇല്ല, ഖുർആനുമായി ബന്ധവുമില്ല. ഇനി ഇപ്പൊ ഓതാൻ ഇരുന്നാലോ? അപ്പൊ ഷെയ്ത്താൻ പറയും
റമദാനിൽ തുടങ്ങിക്കോ. റമദാനിൽ എത്ര ഹൈറുണ്ട്. അതാകുമ്പോൾ നിനക്ക് ഫാത്തിഹ മുതൽ തുടങ്ങി അവസാനം വരെ ഒരു ഖത്തമ് തീർക്കാം. ഇപ്പൊ തുടങ്ങിയാലോ ഇനി റമദാനിൽ വീണ്ടും ഖത്തമ് തുടങ്ങണ്ടേ? ഇത് ആരാ തോന്നിപ്പിക്കുന്നത്? ഇത് ഷെയ്ത്താൻ നമ്മളെ വഞ്ചിക്കുകയാണ്, ഷെയ്ത്താൻ നമ്മളെ കബളിപ്പിക്കുകയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഷഅബാനിൽ ധാരാളം അമലുകൾ ചെയ്യുക. മഹാന്മാരായ സലഫുകൾ കാന അംറുബ്നു ഖൈസ്, അംറുബ്നു ഖൈസിനെ പറ്റി പറയുകയാണ്, ഇദാ ദഖല ശഅബാൻ, ശഅബാൻ ആയി കഴിഞ്ഞാൽ അഗ്ലക ഹാനൂതഹു, കടകൾ അടക്കും, വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി മാറിയിരിക്കും. ശഅബാനിൽ ഖുർആന്റെ പാരായണം തുടങ്ങും. മാത്രവുമല്ല ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല പറഞ്ഞു, ജനങ്ങൾ അധികം വഞ്ചിക്കപ്പെടുന്ന മാസം ഈ സമയമാണ്. ശഅബാനിൽ ശൈത്താന് നമ്മളെ പിടുത്തം കിട്ടിയാൽ റമദാനിൽ കിട്ടാൻ എളുപ്പമാണ്. റമദാനിൽ മാത്രമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊരു ധാരണയല്ല. അതിന് മുന്നേയുള്ള സമയം തന്നെ നാം ക്രമീകരിക്കുക. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല പറഞ്ഞു, ദാലിക ശഹറുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വറമദാൻ, റമദാനിനും റജബിനും ഇടയിലുള്ള ഒരു മാസം, അതിലാണ് മനുഷ്യർ അശ്രദ്ധരായി പോവുക. അപ്പൊ ഇത് നമ്മൾ പേടിക്കേണ്ട വിഷയമാണ്. ഷഅബാൻ ഏറ്റവും നന്നായി ക്രമീകരിക്കുക. ഇനി റമദാനിൽ നമുക്കൊരു നിലാമു വേണം. അന്നിലാമു അസാസുൻ നജ, വിജയത്തിന്റെ മാനദണ്ഡം നിലാമാണ്. സമയത്തിന് ക്രമീകരണം ഉണ്ടാകണം. ഒരു വിശ്വാസി എപ്പോഴെങ്കിലും എഴുന്നേൽക്കുക, എപ്പോഴെങ്കിലും ഉറങ്ങുക, അങ്ങനെ ഒരു ചിട്ടയില്ലാത്ത ഒരാളല്ല. എല്ലാത്തിനും ഒരു ചിട്ടയുണ്ടാകണം, ഒരു നിലാം ഉണ്ടാകണം, വ്യവസ്ഥ ഉണ്ടാകണം. നമുക്ക് ഭൗതികമായ കാര്യങ്ങളിലുണ്ട്. ഭക്ഷണത്തിന് സമയമുണ്ട്. രാവിലെ പത്രം വായിച്ചിട്ടില്ലെങ്കിൽ ഇടങ്ങേറുണ്ട്. രാവിലെ 9 മണി കഴിഞ്ഞിട്ടും നാസ്ത കിട്ടിയില്ലെങ്കിൽ പ്രശ്നമുണ്ട്. രാത്രി ഭക്ഷണം കുറച്ച് താമസിച്ചു കഴിഞ്ഞാൽ പ്രയാസമുണ്ട്. ഭക്ഷണത്തിന്റെ നമുക്ക് ക്രമീകരണം ഉണ്ട്. സ്വഹാബികളുടെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ അങ്ങനെ ഭക്ഷണത്തിന് ഒരു ക്രമം കാണുന്നുണ്ടോ? വിശന്നാൽ കഴിക്കും, ആരെങ്കിലും കൊണ്ടുവന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കും. വീട്ടിൽ പലപ്പോഴും ഭക്ഷണമില്ല. ഭക്ഷണം കിട്ടിയാൽ പറയും, ഇതാ ഫാത്തിമ പട്ടിണിയാണ്, ഫാത്തിമയെ കൂടെ പരിഗണിക്കണേ, ഫാത്തിമയുടെ വീട്ടിലേക്ക് കൂടെ നിങ്ങൾ ഭക്ഷണം നൽകണേ. അവിടെയും പട്ടിണിയാണ്. അവർക്ക് അങ്ങനെ ഭക്ഷണത്തിന് 3 നേരം, ഇതാ ഇന്ന സമയം, രാവിലെ നാസ്ത, ഉച്ചക്ക് ഭക്ഷണം, രാത്രി ഇന്ന ഭക്ഷണം, അങ്ങനെ ക്രമീകരണങ്ങൾ കാണാൻ കഴിയുന്നില്ല. ഇബാദത്തുകൾക്കുണ്ടായിരുന്നു, ഇബാദത്തുകൾക്ക് സമയക്രമം ഉണ്ടായിരുന്നു. നൽകേണ്ട ഹക്കുകൾക്ക് സമയക്രമം ഉണ്ടായിരുന്നു. കുടുംബത്തോട് സംസാരിക്കാൻ അസർ മുതൽ മഗ്രിബ് വരെ എല്ലാ കുടുംബത്തിലും റസൂലുള്ളാഹി കയറിയിറങ്ങി. ഇശാഇന് ശേഷം അന്ന് ആരുടെ വീട്ടിലാണോ അവിടേക്ക് കുടുംബത്തെ വിളിപ്പിച്ചു, ഒന്നിച്ചുള്ള ഉപദേശങ്ങൾ നൽകി. ഹക്ക് സലഫുകൾ പറയാറുണ്ട്, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യം സമയം തികയാതെ വന്നു കഴിഞ്ഞാൽ സ്വന്തത്തിൽ നിന്ന് കടമെടുക്കും, ഉറക്കം കുറയും, അവരുടെ മറ്റാവശ്യങ്ങൾ കുറയും. അത് തികയാതെ വന്നാൽ കുടുംബത്തോട് കടം ചോദിക്കും. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും സലഫുകൾ ഒരു മിസ്കീനിനെ പോലെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച, ദീനിനു വേണ്ടി മാറ്റിവെച്ച സമയത്തിലേക്ക് കൈകൾ, ഖുർആനിന്റെ പഠനം നിന്നിട്ടില്ല, അവരുടെ ഖുർആനിന്റെ പാരായണം നിന്നിട്ടില്ല, തിരക്കുണ്ട്. അവരുടെ നിസ്കാരങ്ങളോ അവരുടെ ഇബാദത്തുകളോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ജുമുഅക്ക് അവർ താമസിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ വിഷയത്തിൽ അവർ സമയം ദുനിയാവിന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല. അപ്പൊ നമ്മൾ റമദാനിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. റമദാനിൽ നമ്മുടെ മുൻഗാമികളെ പോലെ എന്റെ റമദാൻ ഞാൻ ക്രമീകരിക്കും. അതിനിപ്പോൾ തന്നെ മാനസികമായി നമ്മൾ തയ്യാറെടുക്കുക. സലഫുകൾ റമദാനിൽ യസൂമുന നഹാർ, ാണ് നമ്മൾ സമയം കാണേണ്ടത്. റമദാൻ എന്ന് പറയുമ്പോഴേക്കും സമൂസയും കുറെ തരിക്കഞ്ഞിയും ബിരിയാണിയും പത്തിരിയും ബീഫ് കറിയും അതുണ്ടാക്കലും, അതെങ്ങനെ, അതിനെപ്പറ്റി ചിന്തിക്കലും, അവിടെ നിന്നൊക്കെ നമ്മൾ മാറണം. അവിടെ നിന്നൊക്കെ ഒന്ന് മാറി നമ്മളുടെ റമദാൻ ഒന്ന് ക്രമീകരിക്കണം. ഒരു 3 ഐറ്റം പൊരിക്കടി ഉണ്ടെങ്കിലേ നോമ്പുറക്കലാകൂ എന്നിടത്തുനിന്ന് മാറണം. റമദാൻ ഇബാദത്തിന്റെ മാസമല്ലേ? ഭക്ഷണം കഴിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും മറ്റു മാസങ്ങളില്ലേ? അവിടെ നമ്മൾ കഴിക്കാതിരിക്കുന്നില്ലല്ലോ. വളരെ പുണ്യമാക്കപ്പെട്ട റമദാനിലെ ഓരോ സെക്കൻഡുകളും നിധികളാണ്. ആ റമദാനിൽ ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണ്. അത് അടുക്കളയിൽ ചപ്പാത്തി വരുത്തി പത്തിരി ഉണ്ടാക്കി
അങ്ങനെ രാത്രി ഉണ്ടാക്കിയ ഭക്ഷണം അത് അത്തായത്തിന് പറ്റൂല. എന്നിട്ട് അത്തായത്തിന് ഈ തറാവി കഴിഞ്ഞ് വന്ന് വേറെ ഭക്ഷണം ഉണ്ടാക്കുന്ന ചപ്പാത്തി ഒരു 10 കൂടുതൽ ഉണ്ടാക്കിയാൽ അത്തായത്തിന് അത് മതി. അല്ലെങ്കിൽ ഉള്ള ഒരു ഭക്ഷണം കുറച്ച് കൂടുതൽ ഉണ്ടാക്കി 2 ഐറ്റം ഉണ്ടാകണം എന്നൊരു മാനസികാവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് മാറണം. കുടുംബത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഭർത്താക്കന്മാരോട് പറയണം, ഇത് ഇബാദത്തിന്റെ മാസമാണ്. സലഫുകൾ അവർ ഇബാദത്തിന് മാറ്റിവെച്ചതാണ്. നമ്മളുടേത് ഇങ്ങനെ അടുക്കളയിൽ കഴിഞ്ഞ് അവിടെ തീരേണ്ടതല്ല. നമുക്ക് എങ്ങനെയൊക്കെ ക്രമീകരിക്കാൻ കഴിയോ, ഭൗതികമായ കാര്യങ്ങൾ എങ്ങനെ ചുരുക്കാൻ കഴിയോ അത് ചുരുക്കി ഇബാദത്തുകൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുക. റമദാൻ ഖുർആനിന്റെ മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനിന്റെ മാസമാണ് റമദാൻ. നോക്കൂ, സലഫുകളെ നോക്കൂ നിങ്ങൾ. മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ല, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഇമാം മാലിക്കിന്റെ സദസ്സിൽ ആളുകൾ ദീന് പഠിക്കാൻ എത്തും. മൊറോക്കയിൽ നിന്നുണ്ട്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാര് ആ വിജ്ഞാന സദസ്സിലുണ്ട്. ഇദാ ദഖല റമദാൻ, റമദാൻ എത്തിക്കഴിഞ്ഞാൽ ലം യുഹദ്ദിസ് അഹദൻ ഇല്ലൽ ഖുർആൻ, പിന്നെ ഹദീസിന്റെ പഠനങ്ങളില്ല. ഇമാം മാലിക് ഹദീസിന്റെ അധ്യാപനങ്ങൾ, ഹദീസ് പഠിപ്പിക്കൽ, ഫത്വ നൽകൽ റമദാനിൽ നിർത്തിവെക്കും. പിന്നീട് എന്തേ ഉള്ളൂ ഇമാം മാലിക്കിന്? ഇല്ലൽ ഖുർആൻ, ഖുർആനേ ഉള്ളൂ. റമദാനിൽ ഇമാം മാലിക്കിന്റെ മുന്നിൽ മുസ്ഹഫാണ്, ഖുർആനാണ്. റമദാനിൽ ഇമാം മാലിക്കിനെ കാണണമെങ്കിൽ പള്ളിയിൽ ചെല്ലണം. പള്ളിയിൽ മുസ്ഹഫിന്റെ മുന്നിൽ ഉണ്ടാകും. ഇനി വീട്ടിലാണെങ്കിലോ അവിടെയും മുസ്ഹഫിന്റെ മുന്നിലാണ്, ഖുർആനിന്റെ മുന്നിലാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയെ പറ്റി പണ്ഡിതന്മാര് പറഞ്ഞു, റമദാനിൽ 60 ഖത്മ് തീർക്കുമായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാനെ പറ്റി പണ്ഡിതന്മാര് പറഞ്ഞു, റമദാനിൽ 60 ഖത്മ് തീർക്കുമായിരുന്നു. ഈ സലഫുകളുടെ, നമ്മുടെ മുൻഗാമികളുടെ റമദാൻ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും എങ്ങനെ അവർക്ക് സാധിച്ചു. അതിനാണ് ബറക്കത്ത് എന്ന് പറയാ. അതിന് ബറക്കത്ത് നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം. നമ്മുടെ ഇടപെടലുകൾക്ക് അപ്പുറത്തുള്ളതാണ് ബറക്കത്ത്. അള്ളാഹ് സമയത്തിൽ ബറക്കത്ത് നൽകും. മാത്രമല്ല അവരുടെ നാവിൽ ഖുർആനാണ്. അവര് നടക്കുമ്പോൾ, അവര് മറ്റു ഇടപെടലുകളിൽ, മറ്റു കാര്യങ്ങളിലെല്ലാം അവരുടെ നാവിൽ ഖുർആൻ ഉണ്ടായിരുന്നു. ഇമാം സുഹരിയെ പറ്റി പണ്ഡിതന്മാര് പറഞ്ഞു, റമദാൻ എത്തിക്കഴിഞ്ഞാൽ മറ്റു വിജ്ഞാന ദർസുകൾ മാറ്റിവെച്ച് ഖുർആനിലേക്ക് അദ്ദേഹം മാറും. ഇമാം ബുഖാരിയെ പറ്റി പറഞ്ഞു, ലഹു ഫീ കുല്ലി യൗമിൻ ഖത്മ, ഓരോ ദിവസത്തിലും ഒരു ഖത്മ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തീർക്കും. ഇമാം അഹ്മദിനെ പറ്റി പറഞ്ഞു, യഖ്തിമു ഫീ കുല്ലി സലാസതി അയ്യാമിൻ, ഓരോ 3 ദിവസത്തിലും ഇമാം അഹ്മദ് ഒരു ഖത്മ് തീർക്കും. ഫഇദാ ദഖലത്തിൽ അശ്ർ ഫീ കുല്ലി യൗമിൻ ഖത്മ, അവസാനത്തെ 10 എത്തിയാൽ ഓരോ ദിവസത്തിലും ഒരു ഖത്മ്. നമ്മൾ റമദാനിൽ ഒരു ഖത്മ് തീർത്താൽ തന്നെ ഭയങ്കര കാര്യമായിട്ടാണ് കരുതുന്നത്. അത് ഏറ്റവും ചെറിയ കാര്യമാണ്. ഏറ്റവും ചെറിയ കാര്യമാണ്. നമ്മൾ ചെറിയ അമലുകൾ വലുതായി തോന്നിപ്പിക്കരുത്. വലിയ എന്തോ കാര്യം ചെയ്തു, എന്തോ ഒരു വലിയ പ്രവർത്തനം ചെയ്തു, എത്രയോ ഭാരമുള്ള ഒരു പണിയാണ് നമ്മൾ ചെയ്തത് എന്ന് നമുക്ക് തോന്നരുത്. സലഫുകളുടെ അമലും നമ്മുടെ അമലും എത്ര വ്യത്യാസമുണ്ട്. നമ്മൾ അവരെ നോക്കിയിട്ട് എനിക്ക് ഇത്രയേ ഉള്ളൂ, ഇത്രയും കൊല്ലത്തെ റമദാൻ മുഴുവൻ കൂട്ടിയാലും ഇമാം ഷാഫിയുടെ ഒരു റമദാനിന്റെ ഖിറാത്ത് എനിക്കില്ലല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ ജീവിതത്തിലെ മുഴുവൻ റമദാനുകൾ നോക്കിയാലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒരു റമദാനിൽ ഓതിയ ഖുർആൻ എന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്നാണ് ആലോചിക്കേണ്ടത്. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഓതിയത് വെച്ചു നോക്കിയാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഒരു റമദാനിലേക്കുണ്ടോ? മഹാനായ ഇമാം ഷാഫിയുടെ ഒരു റമദാനിലേക്കുണ്ടോ? അവരുടെ അമലുകളുടെ തൂക്കം എത്രയാണ്? വിജ്ഞാനത്തിന്റെ മഹാജബലുകൾ. അവർ അള്ളാഹുവിനെ പേടിച്ചു, അള്ളാഹുവിനെ സൂക്ഷിച്ചു. റമദാനിൽ അവർ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി ആ സമയം അവർ മാറ്റിവെച്ചു. ഇബാദത്തുകൾക്ക് നമുക്ക് നല്ലൊരു ലക്ഷ്യം ഉണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച്, മറ്റു വിഷയങ്ങളിലൊക്കെ നമ്മളൊന്ന് സമയം ഒന്ന് ചുരുക്കി, സമയം ഒന്ന് ദീനിലേക്ക് മാറ്റി വെക്കണം. അതുപോലെ തന്നെ റമദാനിന് മുമ്പ് നമ്മുടെ ഹൃദയം ഒന്ന് കഴുകണം. കാന അംർ ഇബ്നു ഖൈസ് യഖൂൽ, അംർ ഇബ്നു ഖൈസ് പറയാറുണ്ട്, തൂബ, മംഗളം, സ്വർഗത്തിലെ കായ്ക്കനികൾ, ലിമൻ, ഇവിടെ തൂബ എന്ന് പറഞ്ഞാൽ മംഗളം, ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ, റമദാനിന് മുമ്പ് മനസ്സ് നന്നാക്കിയവരെ, ഹൃദയം നന്നാക്കിയവരെ, നിങ്ങൾക്ക് മംഗളം. റമദാനിൽ എത്തിയിട്ടും പകയും വിദ്വേഷവും വൈരാഗ്യം, നമ്മളെ കീഴിലുള്ള മരുമോളെ ഇടങ്ങേറാക്കി പ്രയാസപ്പെടുത്തി ആ കണ്ണീര് കണ്ട് ആനന്ദം കൊള്ളലും, അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രായമായ ആളുകളോട് പകയും വിദ്വേഷവും
5 കൊല്ലം മുമ്പ് നമ്മളോട് കുടുംബത്തിൽ ആരോ ഒരാൾ ചെയ്തതിന് ഇപ്പോഴും തീരാത്ത പകയും ആ വിദ്വേഷവും വെച്ചിട്ടാണ് റമദാനിലേക്ക് നമ്മൾ കടക്കുന്നത് എങ്കിൽ ആ ഹൃദയം കൊണ്ട് ഒരുപാടൊന്നും കൊയ്യാൻ റമദാനിൽ നമുക്ക് കഴിയൂല. മനസ്സ് കെടുകണം. റമദാന്റെ മുന്നേ നമ്മൾ വീടടിച്ച് അരി വൃത്തിയാക്കും അല്ലെ? പല സ്ഥലത്തും നനച്ചുകുണി കുളി എന്നൊരു ഏർപ്പാടുണ്ട്. മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണതൊക്കെ കാണാം. ടൈലൊക്കെ ഒരതി വൃത്തിയാക്കും, ജനൽ കമ്പിയൊക്കെ തുടക്കും, മുകളിലുള്ള പിന്നെ മാറാലിയും എല്ലാ സാധനങ്ങളും ക്ലിയർ ആക്കും, ഫാൻ അടിച്ച് വൃത്തിയാക്കും. നമ്മൾ ഫാന് ക്ലീൻ ചെയ്തു, മതില് ക്ലീൻ ചെയ്തു, ഭിത്തി ക്ലീൻ ചെയ്തു, ജനല് ക്ലീൻ ചെയ്തു. ഹൃദയം കഴുകിയോ എന്നാണ് നോക്കേണ്ടത്. പടച്ചോൻ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, മതിലിലേക്കല്ല, ജനലിലേക്കല്ല, ഭിത്തിയിലേക്കല്ല, ഇവിടെ ഒടിയല്ല, നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഹൃദയം കഴുകണം, ഹൃദയം ശുദ്ധമാക്കണം. അവിടെ പകയും വിദ്വേഷവും വൈരാഗ്യം വെച്ചിട്ടല്ല റമദാനിലേക്ക് കടക്കേണ്ടത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ഈ വിഷയം നാം നോക്കണം. ഇമാം സുഹരി പറയാറുണ്ട്, ഇത് അദഖല റമദാൻ, റമദാനിലേക്ക് പ്രവേശിച്ചാൽ ഖാല ഇന്നമാ ഹുവ തിലാവത്തുൽ ഖുർആൻ, റമദാൻ ഖുർആനിന്റെ പാരായണത്തിന്റെ മാസമാണ്. വഇത്ആമു തആം, പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന മാസമാണ്. റമദാനിന്റെ മുമ്പ് പ്രയാസപ്പെടുന്നവരുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ കുടുംബത്തിൽ പ്രയാസങ്ങൾ പലർക്കും ഉണ്ട്, പറയുന്നില്ല. നമ്മൾ അറിയണം, ബന്ധങ്ങൾ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ ആളുകളില്ലാത്ത മനുഷ്യന്മാരുണ്ട്, അവരെ പരിഗണിക്കണം. റമദാനിൽ പാവങ്ങൾക്ക് ഭക്ഷണം നൽകണം. റമദാൻ ഒരു ദൂർത്തിൻ്റെതാകരുത്. നമ്മൾ നോമ്പുതുറക്ക് പുണ്യുണ്ട്. ആ നോമ്പുതുറ നമ്മളുടെ സമ്പത്ത് കാണിക്കാനും നമ്മുടെ പ്രൗഢി കാണിക്കാനും അതിനായി മാറരുത്. നോമ്പുതുറക്ക് ഒരു പിന്നെ മിനിമം ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നെ നോമ്പ് കാലത്ത് ഒരു മനുഷ്യന് കഴിക്കാൻ ധാരാളമാണ്. അത് 10ഉം 15ഉം വിഭവമുണ്ടാക്കി അയൽവാസികളും എല്ലാരും കൂടി 10-4 ഐറ്റം ഉണ്ടാക്കി, അങ്ങനെ അവരുടെ നോമ്പും അവരുടെ ഇബാദത്തുകളും ഈ വീട്ടുകാരുടെ ഇബാദത്തുകളും വരുന്നവരുടെ ഇബാദത്തും എന്നിട്ട് നോമ്പ് തുറന്നിട്ട് തറാവില്ല. എന്താണ് നമ്മൾ നോമ്പ് കൊണ്ട് നേടുന്നത്? ഇശാ ജമാഅത്തില്ല. നോമ്പ് തുറന്നിട്ട് നോമ്പ് തുറന്ന ക്ഷീണം കാരണം തറാവി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നു. അപ്പൊ നമ്മൾ എന്താണ് ഈ നോമ്പിലൂടെ പരിശീലിക്കുന്നത്? എന്താണ് ഈ നോമ്പിന്റെ അർത്ഥം? എന്തിനാണ് നമ്മൾ മഗ്രിബ് വരെ ഭക്ഷണം ഒഴിവാക്കിയത്? ഇബാദത്തായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിവാക്കിയത്? ഇബാദത്തായത് കൊണ്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ടോ മഗ്രിബിന് നോമ്പ് തുറന്നു ഭക്ഷണം കഴിച്ച് ഇശാ ആകുന്ന ഒരു ഫർദ് അവിടെ നഷ്ടപ്പെടുത്തുന്നു. തറാവി ആകുന്ന ഒരു വലിയ മഹത്വമുള്ള ഒരു ഇബാദത്ത് നഷ്ടപ്പെടുത്തുന്നു. കഴിച്ച ഊക്കൊണ്ട്, ഭക്ഷണത്തിന്റെ അമിതമായ ഭക്ഷണം കാരണം രാത്രി നിസ്കാരം നഷ്ടപ്പെടുന്നു. അപ്പൊ ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. ചിലതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യണം. നാട്ടിൽ ഇങ്ങനെ പല മാമൂലുകൾ ഉണ്ടാകും, നാട്ടിൽ പല ആചാരങ്ങൾ ഉണ്ടാകും. നോമ്പുതുറ വേണ്ട എന്നൊന്നുമല്ല പറയുന്നത്, ബന്ധങ്ങൾ ചേർക്കണം, കുടുംബ വീട്ടിൽ പോകണം, പരസ്പരം ബന്ധങ്ങൾ ഇണങ്ങാനൊക്കെ കാരണമാണ്. പക്ഷെ ആ നോമ്പുതുറയുടെ പേരും പറഞ്ഞ് അന്ന് മഗ്രിബ് ജമാഅത്തില്ല, അന്ന് ഇശാ ജമാഅത്തില്ല, അന്ന് തറാവില്ല, അത്തരം ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഒരു മിതത്വം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഇപ്പോഴേ തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു നല്ലൊരു സാഹചര്യം അള്ളാഹു ഒരുക്കി തരും. നമുക്ക് ആഗ്രഹമുണ്ടോ വഴി ഉണ്ടാകും. അതൊക്കെ ഇങ്ങനെ പറയാ, വീട്ടിലുള്ളവർക്ക് അത് മതിയാകൂല എന്നതാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, കടം വീട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരാൾ കടം വാങ്ങിയാൽ അള്ളാഹ് സഹായിക്കും. ആത്മാർത്ഥമാണോ നമ്മുടെ ആഗ്രഹം, സഹായം ഉണ്ടാകും. അത് നമ്മൾ അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥത ഉണ്ടാകണം, പടച്ചവനോട് പ്രാർത്ഥിക്കണം റമദാനിനെ ഉപയോഗപ്പെടുത്താൻ. അല്ല നമ്മൾ തന്നെ റമദാനിലെ ഒരു 15 നോമ്പ് തുറപ്പിക്കല്, ഒരു ദിവസം മക്കളെ കൂട്ടുകാരെ നോമ്പുറപ്പിക്കല്, അയൽവാസികളെ നോമ്പുറപ്പിക്കല്, കുടുംബത്തിലെ നോമ്പുറപ്പിക്കല്, കല്യാണം കഴിഞ്ഞവരെ നോമ്പുറപ്പിക്കല്. പിന്നെ എപ്പോഴാണ് നമുക്ക് ഇബാദത്തിന് സമയമുള്ളത്? 4 മരുമക്കളുണ്ടെങ്കിൽ 4 മരുമക്കൾക്ക് നോമ്പ് തുറപ്പിക്കല്. അങ്ങനെ വെറും നോമ്പ് തുറപ്പിക്കലിന് പ്രതിഫലമുണ്ട്. പക്ഷെ ഇന്ന് നോമ്പ് തുറപ്പിക്കൽ എന്ന് പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ അതിന് മാറ്റിവെക്കാണ്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ സമയത്തിന് വിലയുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, ലൈസ സിയാം മിനത് തആമി വശറാബ് വഹ്ദ, ഭക്ഷണവും വെള്ളം ഒഴിവാക്കൽ മാത്രമല്ല നോമ്പ്, വലാകിന്ന മിനൽ കദിബ്, നാവിനെ നിയന്ത്രിക്കണം, കളവ് നാവിലൂടെ വരരുത്, വൽ ബാത്തിൽ വല്ലഗ്വ്, വെറുതെയുള്ള പ്രവർത്തനങ്ങൾ, ബാത്തിൽ, ഇതൊന്നും ഒരു മനുഷ്യന് റമദാനിൽ ഉണ്ടാകാൻ പാടില്ല. ബാത്തിലായ പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ലഗ്വ്,
വെറും പണി, ഒരു ഉപകാരമില്ലാത്ത, ചെയ്യുന്ന കാര്യം കൊണ്ട് ദുനിയാവിൽ ഒരു ഹൈറ് കിട്ടണം, അല്ലെങ്കിൽ ആഖിറത്തിൽ ഒരു ഉപകാരം കിട്ടണം. രണ്ടുമില്ലാത്തൊരു പണിക്ക് ഒരു മുഅ്മിൻ പോകരുത്. ദുനിയാവിലൊരു ഉപകാരമില്ല, ആഖിറത്തിലില്ല. അങ്ങനത്തെ ഒരു പണിക്ക് എന്തിനാണ് പോകുന്നത്? ചില ആളുകൾക്ക് റമദാനിൽ ക്യാരം ബോർഡ് വാങ്ങാൻ, ലുഡാ ബോർഡ് വാങ്ങാൻ, എന്നിട്ട് സമയം അങ്ങനെ ചെലവഴിക്കാൻ. റമദാനിലെങ്കിലും മൊബൈലിന് ഒരു നിയന്ത്രണം വേണം. ഒന്ന് എടുത്തു നോക്കൂ, എന്റെ ഒരു സ്ക്രീൻ ടൈം എടുത്തു നോക്കിയാൽ 4 മണിക്കൂർ 5 മണിക്കൂർ. ഈ 4 മണിക്കൂർ ദീന് പഠിക്കാണോ? അല്ലല്ലോ. 4 മണിക്കൂർ കുടുംബത്തെ വിളിച്ചതാണോ? അല്ലല്ലോ. നമ്മുടെ ഒരു സ്ക്രീൻ ടൈമിൽ ഒരു 3.5 മണിക്കൂർ വാട്സപ്പാണ്, അരമണിക്കൂർ ഫേസ്ബുക്കാണ്. വാട്സപ്പിൽ എന്താണ്? ദുനിയാവിലുള്ള സകല ഗ്രൂപ്പിലും നമ്മളുണ്ട്. എല്ലാ സാധനവും വായിച്ചുകൊണ്ടിരിക്കുക. ആവശ്യമുള്ള ഒരു ഗ്രൂപ്പിൽ മുഅ്മിൻ നിന്നാൽ മതി. ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യം അവൻ ആവശ്യമില്ലാത്തത് നിൽക്കൂല എന്നാണ്. ഉപകാരം ഇല്ലാത്തത് അവൻ ഒഴിവാക്കും, ആവശ്യമില്ലാത്തതിൽ അവൻ ഉണ്ടാവില്ല. അത് ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യമാണ്. നമുക്ക് ആവശ്യമുണ്ടോ അവിടെ നിന്നാൽ മതി. എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ഉണ്ടാകണം എന്നില്ല. നമുക്ക് ഉപകാരമുള്ള, നമുക്ക് ആവശ്യമുള്ള അതിൽ നിൽക്കുക. ബാക്കി എല്ലാ ചവറും വരുന്ന എല്ലാ കോമഡിയും, എല്ലാ ട്രോളും, എല്ലാ ചവറുകളും അത് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ നമ്മുടെ മൊബൈലിലേക്ക് കുമിഞ്ഞുകൂടാ. അത് വായിച്ച് നമ്മുടെ ആയുസ് തീർക്കുക. ഇത് അള്ളാന്റെ മുന്നിൽ മറുപടി പറയേണ്ട സമയല്ലേ? ഈ കാലം നഷ്ടപ്പെടുന്നില്ലല്ലോ. ഇത് തിരിച്ചു വരും, ഓരോ ദിവസവും തിരിച്ചു വരും. മഹ്ശറിൽ ഉണ്ടാകും, മറുപടി പറയേണ്ടി വരും. ഈ സമയത്തിന് കാൽപാദം മുന്നോട്ടേക്ക് വെക്കാൻ കഴിയില്ല. റമദാനിന് മുമ്പ് നമ്മുടെ വാട്സാപ്പിൽ നമുക്ക് വേണ്ടാത്ത ഗ്രൂപ്പുകളൊക്കെ ഒന്ന് മാറി, നമ്മളുടെ ഒരു പരലോകത്തിന് ഉപകാരപ്പെടുന്ന, നമ്മുടെ ദുനിയാവിന് ഉപകാരപ്പെടുന്ന, നമ്മുടെ കുടുംബത്തിന് ഉപകാരപ്പെടുന്ന അതിൽ നമ്മൾ നിൽക്കുക. ബാക്കിയുള്ള അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറാം. റമദാനിലും പാട്ട് കേട്ട് സിനിമ കണ്ട് അങ്ങനെ സമയം കഴിക്കുന്ന ആളുകളുണ്ട്. കഥ പറഞ്ഞ് എന്നിട്ട് ഇങ്ങനെ കഥ പറയാ. എന്താ പറയുന്നത്? അവൾ അങ്ങനെ, ഇവൾ ഇങ്ങനെ. ഇത് റമദാനിൽ തുടരുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ആ നോമ്പിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം. അവസാനത്തെ 10 ഇപ്പോൾ നമ്മൾ ക്രമീകരിക്കണം. അവസാനത്തെ ഒരു 10 എന്നെ ഫോണിൽ കിട്ടൂല എന്ന് നമ്മൾ പറയണം. വിളിച്ചിട്ട് കാര്യമില്ല, എന്നെ കിട്ടൂല. ഫോണില്ലാത്ത കാലത്ത് ഇവിടെ മനുഷ്യന്മാർ ജീവിച്ചിട്ടില്ലേ? എത്ര കാലമായി നമ്മുടെ കയ്യിൽ മൊബൈൽ കിട്ടിയിട്ട്? ഇല്ലാത്ത കാലത്ത് ആളുകൾ ജീവിച്ചിട്ടുണ്ട്. അത്യാവശ്യമാണോ ഉപയോഗിക്കാം. അവസാനത്തെ 10ഉം അതിലെ ഓരോ സമയങ്ങളും എത്ര വിലപ്പെട്ടതാണ്. അതൊക്കെ ഒന്ന് മുൻകൂട്ടി ക്രമീകരിച്ച് അങ്ങനെ റമദാനിലേക്ക് ഒരുങ്ങാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. നിർബന്ധങ്ങളിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വഴി നിർബന്ധമായ ഫർളാക്കിയ കാര്യങ്ങളാണ്. ജനങ്ങൾ സുന്നത്തുകൾ അതിൽ ശ്രദ്ധിക്കും, ഫർള് നഷ്ടപ്പെടുത്തും. വീട്ടിലെ പുരുഷന്മാര് സുബഹിക്ക് വീട്ടിലല്ല പള്ളിയിൽ എത്തണം. മകൻ പള്ളിയിലെത്തണം. തറാവിക്ക് വണ്ടി ഏൽപ്പിച്ചിട്ട് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പോവുക. ലുഹറിനോ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അസറിനോ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് മകൻ. ബാപ്പ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. മഗ്രിബ് വീട്ടിലാണ് നോമ്പ് തുറക്കുന്നത്. മഗ്രിബിന്റെ ജമാഅത്ത് അവിടെ തുടങ്ങിയിട്ടുണ്ട്. തറാവിക്ക് നമ്മൾ നല്ല ഇമാമിനെ നിശ്ചയിച്ച് ഇമാമിന്റെ കീഴിൽ കുടുംബസമേതം നിന്ന് നിസ്കരിക്കുന്നു. ഇഷാ നഷ്ടപ്പെടുത്തിയിട്ടാണ് പള്ളിയിലെത്തുന്നത്. ഇതൊക്കെ ഒന്ന് തിരുത്തണം. മക്കളോട് പറയണം, വീട്ടിലെ ഭർത്താവിനോട് പറയണം, ഇഷാ നിർബന്ധമാണ്. തറാവിക്കല്ല എത്തേണ്ടത്, തറാവിന്റെ മുന്നേ ഇഷായിനെത്തണം. അത് കഴിഞ്ഞ് തറാവി നമസ്കരിക്കണം. നോമ്പ് തുറക്കുന്നുണ്ടെങ്കിൽ ഒരു ഈത്തപ്പഴവും വെള്ളവും കുടിച്ച് പോയാലും പള്ളിയിലെത്തും, ജമാഅത്ത് കിട്ടും. അല്ലാതെ എല്ലാം കൂടെ കഴിച്ച് പിന്നെ മഗ്രിബ് നിസ്കാരം ഇമാമ് സലാം വീട്ടിയിട്ട് രണ്ടാമത്തെ ജമാഅത്ത് തുടങ്ങുന്ന രൂപത്തിലല്ല എത്തേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പൊതുവെ നമുക്ക് റമദാനിൽ ഉണ്ടാകാറുള്ള ചില അശ്രദ്ധകളുമാണ് ഓർമ്മപ്പെടുത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ റമദാൻ നമുക്കൊന്ന് ക്രമീകരിക്കണം. ചെറിയ പ്രായത്തിൽ തന്നെ അവർക്കൊരു ഇസ്ലാമിക സംസ്കാരം കൈമാറണം. നമുക്കറിയാലോ, ലിബറലിസം കരിയറുകളിലൂടെ, അവരുടെ സിലബസുകളിലൂടെ, കരിക്കുലത്തിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി നിരീശ്വരവാദിയാകാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവരിപ്പോ പഠിക്കുന്ന ആ കരിക്കുലം മാത്രം മതി. അത്രയും ശക്തമായ നിരീശ്വരവാദങ്ങൾ, ഇസ്ലാം വിമർശനങ്ങൾ അവരുടെ മസ്തിഷ്കത്തിലേക്ക് തിരികെ കയറുന്നുണ്ട്. അവിടെ നമുക്കൊരു ഇസ്ലാമിക സംസ്കാരം കിട്ടണമെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ അവർക്ക് കൈമാറണം. റമദാൻ ചങ്ങാതി എന്ന പേരിൽ നമ്മുടെ ഗ്രൂപ്പിൽ അതിന്റെ ഒരു വിവരങ്ങൾ വരും. ഒരു പുസ്തകം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ദിവസത്തിലും ഒരു നന്മ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ പുസ്തകത്തിൽ തന്നെ പാഠമുണ്ടായിരിക്കും. അതിന്റെ വീഡിയോ ക്ലാസ് റമദാൻ 1 മുതൽ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ആ പുസ്തകം ഒന്ന് വാങ്ങിക്കൊടുക്കാം. ഓരോ ദിവസത്തിലും ഒരു 5 മിനിറ്റുള്ള ക്ലാസ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടും.
ആ ക്ലാസ്സിൽ തന്നെ ഒരു ചോദ്യം അവർക്ക് കണ്ടെത്തേണ്ടതുണ്ടാകും. ഉത്തരം എഴുതാൻ ആ പുസ്തകത്തിൽ അതിനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. ആ ഉത്തരം എഴുതുക. 22-ാം തീയതി ആ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 20 ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഓൺലൈൻ എക്സാം കൂടെ സംഘടിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനമായിക്കൊണ്ട്. അതുപോലെ തന്നെ അതിൽ റമദാനിലെ ഖുർആൻ പാരായണം അടയാളപ്പെടുത്താനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ പിന്നെ നമസ്കാരം, പ്രാർത്ഥനകൾ, പിന്നെ അത്തരം വിഷയങ്ങളൊക്കെ രേഖപ്പെടുത്താൻ, നന്മകൾ രേഖപ്പെടുത്താനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾക്ക് റമദാൻ ക്രമീകരിക്കാനുള്ള ഒരു അവസരമാണ് റമദാൻ ചങ്ങാതി എന്നൊരു പുസ്തകം. രക്ഷിതാക്കൾ അത് വാങ്ങുക. നമുക്ക് മാത്രമല്ല, നമ്മുടെ എളാമാന്റെയും മുത്തമ്മാന്റെയും ഒക്കെ വീട്ടിലുള്ള കുട്ടികൾ ഉണ്ടാവും. അവർക്ക് കൈമാറി കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ ഒരു പക്ഷേ ഒരു നന്മയുടെ ഭാഗമായി കഴിഞ്ഞാൽ, ദീനിന്റെ ഒരു പ്രത്യേകത, ദീന് നമ്മൾ കൈമാറിയാൽ ഏറ്റെടുക്കുന്നവർ ഒരുപക്ഷെ നമ്മളെക്കാൾ തെക്കുവയും ഈമാനും ഉള്ളവരായിട്ട് മാറും. നമ്മളെക്കാൾ തെക്കുവയും ഈമാനും ചിലപ്പോൾ അവർക്ക് ഉണ്ടാകും. അത് ദീനിന്റെ പ്രത്യേകതയാണ്, നമ്മുടെ സംസാരത്തിന്റെ ഊക്കല്ല. നമ്മുടെ സംസാരം കേട്ട് നമ്മളെക്കാൾ പടച്ചോനെ പേടിക്കുന്ന മനുഷ്യരുണ്ടാകും. നമ്മൾ കൈമാറിയ ഒരു മെസ്സേജിലൂടെ അള്ളാനെ ഓർത്ത് കരയുന്ന മനുഷ്യന്മാരുണ്ടാകും. അത് ദീനിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ പരമാവധി നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് റമദാനിൽ ചിലപ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കലുണ്ടല്ലോ, ഒരു 50 രൂപ കൊടുക്കലുണ്ട്, ചിലർ 100 രൂപ കൊടുക്കും, ചിലർ എന്തെങ്കിലും മിഠായി വാങ്ങി കൊടുക്കും. ശരി, നമ്മളുടെ വകയായി നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ അനിയത്തിയുടെ, നമ്മുടെ ജ്യേഷ്ഠത്തിയുടെ മക്കൾക്കൊക്കെ ഈ ഒരു പുസ്തകം ഒരു സമ്മാനമായിട്ട് നൽകുകയാണെങ്കിൽ അവരെ ഒരു ചെറിയ രൂപത്തിൽ തന്നെ നന്മയിൽ വളർത്താൻ നമുക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിന് എന്ന് പറയാൻ കഴിയുന്ന ഒരു ആശ്വാസം നമുക്കുണ്ടാകും. അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികൾ ഉണ്ടാകും. അവരുടെ വിഷയങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള തുടർന്നു വരുന്ന പഠന ക്ലാസ്സുകൾ അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക. ഇൽമ്, അതാണ് നമുക്കുള്ള സംരക്ഷണം. ഇൽമിന്റെ വഴിയിൽ സഞ്ചരിക്കുക എന്നത് സ്വർഗത്തിന്റെ വഴിയിലുള്ള സഞ്ചാരമാണ്. അതിൽ നിന്ന് തെറ്റിപ്പോകൽ ഫിത്നയിലേക്കുള്ള കവാടമാണെന്ന തിരിച്ചറിവോടുകൂടെ അള്ളാഹുവിനെ പേടിച്ച് ഏറ്റവും നന്നായി നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കി റമദാനിനെ കണ്ടുമുട്ടാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രതിഫലം നൽകി സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ വിട്ട് പിരിഞ്ഞുപോയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ, പിന്നെ ഫൈസൽ എന്നു പേരുള്ള സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം എല്ലാവരെയും നിങ്ങൾ പിന്നെ ഇത്തരം സംവിധാനങ്ങൾ സംഘടിപ്പിക്കുന്നവരെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.